പ്രമുഖ സ്വകാര്യ ആശുപത്രിയുടെ പേരിൽ വൻ തൊഴിൽ തട്ടിപ്പ്. കേരളത്തിൽ നിന്നും കുവൈറ്റിൽ നിന്നുമുള്ള നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികളിൽ നിന്നായി ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തതായാണ് സൂചന. സംഭവത്തെക്കുറിച്ച് പ്രവാസികാര്യ മന്ത്രി വയലാർ രവി അടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്ന് ആശുപത്രി അധികൃതർ റിപ്പോർട്ടറോട് പറഞ്ഞു. കുവൈത്തിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രി ശൃംഖലയായ ദാർ അൽ ഷിഫ ആശുപത്രിയുടെ പേരിൽ വ്യാജ ഇമെയിൽ സന്ദേശം അയച്ചാണ് നാട്ടിലും മറുനാട്ടിലുമുള്ള നിരവധി ഇന്ത്യക്കാരെ ചതിച്ചത്. www.justlanded എന്ന സൈറ്റിൽ നഴ്സുമാരുടെ ഒഴിവുണ്ടെന്ന് പരസ്യം നൽകിയായിരുന്നു തട്ടിപ്പ്. അപേക്ഷ സമർപ്പിച്ചവർക്ക് ദാർ അൽ ഷിഫ ആശുപത്രിയിൽ ജോലി ലഭിച്ചെന്നും 450 മുതൽ 550 ദിനാർ വരെ ശമ്പളം ലഭിക്കുമെന്നും ഉടൻ അറിയിപ്പ് കിട്ടി. കൂടാതെ സൗജന്യ താമസവും ഭക്ഷണവും 21 ദിവസത്തെ ശമ്പളത്തോടു കൂടിയ വാർഷിക അവധിയും ഓഫർ ചെയ്തിരുന്നു. നിയമനം സംബന്ധിച്ച കടലാസ് പണികൾക്കായി 10,000 രൂപ അടയ്ക്കണമെന്നും ജോലിയിൽ പ്രവേശിച്ച് 48 മണിക്കൂറിനുള്ളിൽ ഈ പണം തിരിച്ചു കിട്ടുമെന്നും അറിയിപ്പിൽ പറഞ്ഞിരുന്നു. ആശുപത്രിയുടെ പേരിൽ വ്യാജ ഇമെയിൽ വിലാസവും ലെറ്റർ പാഡും ഉണ്ടാക്കിയായിരുന്നു ഇതെല്ലാം. ആക്സിസ് ബാങ്കിന്റെ ഒറീസയിലെ പുരിയിലുള്ള ഒരു അക്കൗണ്ട് നമ്പറും ഒരു മണി എക്സ്ചേഞ്ച് സ്ഥാപനത്തിലെ അക്കൗണ്ടുള്ള പാർത്ഥദാസ് എന്നയാളുടെ പാൻ നമ്പറും ഇതോടൊപ്പം നൽകിയിരുന്നു. ഇതെല്ലാം വിശ്വസിച്ച് പണം അയച്ചവരാണ് തട്ടിപ്പിനിരയായത്. സാം ഇന്റർനാഷണൽ എന്ന കമ്പനിക്ക് വേണ്ടി ദാസ് എന്നയാളുടെ പേരിലാണ് കത്തുകളും മെയിലും തയ്യാറാക്കിയിരുന്നത്. ദാർ അൽ ഷിഫ ആശുപത്രിയിൽ റിക്രൂട്ടിംഗ് നടത്തുന്ന ഏജൻസിയാണ് തങ്ങളെന്ന് അവകാശപ്പെട്ട കമ്പനി സർക്കാർ അംഗീകൃത സ്ഥാപനമാണെന്ന് വിശ്വസിപ്പിക്കാനായി അസമിലെ ലേബർ വകുപ്പിന്റെ സർട്ടിഫിക്കറ്റും ഉദ്യോഗാർത്ഥികൾക്ക് അയച്ചു കൊടുത്തിരുന്നു. എന്നാൽ ഈ സർട്ടിഫിക്കറ്റിൽ ഒപ്പിട്ടിരുന്നത് ഹൈദരാബാദിലെ ലേബർ ഓഫീസറാണെന്നതാണ് മറ്റൊരു വസ്തുത. കുവൈത്തിൽ നിന്നും നിരവധി പേർ തട്ടിപ്പിനിരയായിട്ടുണ്ടെങ്കിലും അവർ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ഇക്കാര്യം വെളിപ്പെടുത്താൻ തയ്യാറായില്ല. തട്ടിപ്പിനെ കുറിച്ച് നിരവധി പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് ആശുപത്രി HR മാനേജർ സക്കറിയ ജോസഫ് സ്ഥിരീകരിച്ചു. ഇതേക്കുറിച്ച് വയലാർ രവിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും തട്ടിപ്പിനിരയാകാതിരിക്കാൻ ഉദ്യോഗാർത്ഥികൾ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. റിപ്പോർട്ടർ, കുവൈത്ത്.